ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭാഗവത മാഹാത്മ്യം ഭാഗം 1. കുഞ്ഞുങ്ങളെ, നിങ്ങൾ സുഖമായിരിക്കുന്നല്ലോ. ഭാഗവത കഥയുടെ മഹത്വത്തെക്കുറിച്ചുള്ള കഥകളാണ് ഇനി പറയുന്നത്. ഇന്ന് ആദ്യത്തെ കഥ പറയാം. നാരദ മഹർഷി ലോകം ചുറ്റി സഞ്ചരിക്കുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരിക്കൽ യാത്രയ്ക്കിടെ സനകാദി മുനികൾ നാരദ മുനിയെ കണ്ടു. നാരദൻ വളരെ ദുഃഖത്തിലായിരുന്നു. കാര്യം എന്തെന്ന് സനകാദികൾ ചോദിച്ചു. നാരദർ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ എല്ലായിടവും ചുറ്റി സഞ്ചരിച്ചു. പുഷ്കരം, പ്രയാഗം, കാശി, ഗോദാവരി, കുരുക്ഷേത്രം, ശ്രീരംഗം, സേതുബന്ധനം, ഈ തീർത്ഥങ്ങളിലൊക്കെ പോയിട്ടും യഥാർത്ഥ സുഖവും സന്തോഷവും ലഭിച്ചില്ല. കലികാലമായതിനാൽ ജനങ്ങളെല്ലാം ധർമ്മം വെടിഞ്ഞ് കൊലയും കൊള്ളിവയ്പും തുടങ്ങിയിരിക്കുന്നു. ദാനയജ്ഞങ്ങൾ എങ്ങുമില്ല. എങ്ങനെയും വയറ് നിറയ്ക്കണമെന്നേ ആളുകൾക്ക് താല്പര്യമുള്ളൂ. ഒരു ദിവസം കാളന്തി തീരത്ത് ചെന്നപ്പോൾ ഒരു സ്ത്രീ ബോധമറ്റ് കിടക്കുന്നതും മറ്റ് സ്ത്രീകൾ അവളെ വീശി ക്ഷീണമകറ്റുന്നതും കണ്ടു. 2 വൃദ്ധർ ഒട്ടും ബോധമില്ലാതെ അടുത്ത് കിടക്കുന്നുണ്ട്. നാരദർ അടുത്ത് ചെന്നപ്പോൾ ആ സ്ത്രീ ബോധം വീണ് എഴുന്നേറ്റു. നിങ്ങൾ ആരാണെന്ന് നാരദർ ചോദിച്ചപ്പോൾ ഞാൻ ഭക്തിയാണെന്നും എൻ്റെ പുത്രരായ ജ്ഞാനവും വൈരാഗ്യവുമാണ് ഈ കിടക്കുന്നതെന്നും പറഞ്ഞു. കാലദോഷം മൂലം ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. എൻ്റെ മക്കൾ വൃദ്ധരും ക്ഷീണിതരുമായി തീർന്നു. ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ഭക്തി അപേക്ഷിച്ചു. നാരദർ കലികാലത്തിൻ്റെ ദോഷവും അതിൻ്റെ കാഠിന്യവും കലിയെ പരീക്ഷിച്ച് കീഴടക്കിയ കഥകളുമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. കൂടാതെ വേദം ഉരുവിടുകയും ഭഗവത്ഗീത വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും അവരുടെ ക്ഷീണമൊന്നും മാറിയില്ല. അവരുടെ വാർദ്ധക്യവും ക്ഷീണവും മാറ്റാൻ എന്ത് വേണമെന്ന് മുനീശ്വരന്മാരായ സനകാദികൾ പറഞ്ഞു തരണമെന്ന് നാരദർ പറഞ്ഞു. ഭാഗവതം മാത്രമാണ് ഇതിന് പരിഹാരമെന്ന് മുനിമാർ പറഞ്ഞു. വേദോപനിഷത്തുകൾ ഓരോ വരിയിലും നിറഞ്ഞിരിക്കുന്ന ഭാഗവതം ഇവരുടെ വിഷമങ്ങളെല്ലാം മാറ്റുമെന്നും മുനിമാർ പറഞ്ഞു. അതുകൊണ്ട് ഭാഗവത കഥകൾ കേൾപ്പിക്കാമെന്ന് പറഞ്ഞു. സനകാദികളുടെ ഉപദേശം അനുസരിച്ച് എന്ത് ക്ലേശം സഹിച്ചും ഭാഗവതയജ്ഞം നടത്താമെന്ന് നാരദർ തീരുമാനിച്ചു. ഇതിന് അനുയോജ്യമായ സ്ഥലമേതെന്ന് മുനിമാരോട് ചോദിച്ചു. ഹരിദ്വാര സന്നിധിയിൽ ആനന്ദ എന്ന ഒരു സ്ഥലമുണ്ട്. വൃക്ഷലതാദികൾ നിറഞ്ഞ മനോഹരമായ ഈ സ്ഥാനത്ത് കഥകൾ പറയാൻ ഉത്തമമാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോകാനും ഭക്തിയും മക്കളും അവിടെ എത്തിക്കൊള്ളുമെന്നും മുനിമാർ പറഞ്ഞു. സനകാദികളും നാരദരും അവിടെ എത്തിയപ്പോഴേക്കും മറ്റ് മുനിമാരും ദേവന്മാരും മറ്റുള്ളവരും എല്ലാം കൃഷ്ണകഥകൾ നിറഞ്ഞിരിക്കുന്ന ഭാഗവതം കേൾക്കുവാനായി എത്തിച്ചേർന്നു. ഭൃഗുമുനി സ്വന്തം സിദ്ധിമൂലം പാവപ്പെട്ടവരായ ജനങ്ങളെ എല്ലാം അവിടെ വരുത്തി. നാരദർ എല്ലാവർക്കും ഇരിപ്പിടങ്ങൾ ശരിയാക്കി. കൃഷ്ണനാമങ്ങൾ എല്ലായിടവും മുഴങ്ങി. ധൂപദീപങ്ങളാലും സുഗന്ധ വസ്തുക്കളാലും അവിടെ എല്ലാം പ്രഭയും സുഗന്ധവും ചൊരിഞ്ഞു. എല്ലാവരും ഏകാഗ്രചിത്തരായി ഇരിക്കുന്ന ആ സദസ്സിൽ സനകാദികൾ ഭാഗവത കഥകൾ പറയാൻ തുടങ്ങി. 7 ദിവസത്തെ ഭാഗവത പാരായണമായിരുന്നു. ഈ കഥ പറയുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ മനസ്സിൽ ഹരി കുടികൊള്ളുമെന്നും പറഞ്ഞു. എല്ലാ ജ്ഞാനയോഗങ്ങളിലും വെച്ച് ഉത്തമ ഭാഗവത സപ്താഹമാണ്. ഹരിദ്വാറിൽ ഈ യജ്ഞം തുടങ്ങിയപ്പോൾ തന്നെ ഭഗവത് നാമങ്ങൾ ഉച്ചത്തിൽ ജപിച്ചുകൊണ്ട് ഭക്തിയും മക്കളും അവിടെ എത്തി. ഭാഗവത സപ്താഹം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഭക്തിയുടെയും മക്കളുടെയും ക്ഷീണവും തളർച്ചയും എല്ലാം മാറി അവർ ഉയർത്തെഴുന്നേറ്റതുപോലെയായി. ഞങ്ങൾ ഇനി എവിടെ ഇരിക്കണമെന്ന് ഭക്തി ചോദിച്ചു. വിഷ്ണു ഭക്തരുടെ മനസ്സിലിരിക്കാൻ ഉപദേശിച്ചിട്ട് മഹർഷിമാർ എല്ലാം പിരിഞ്ഞുപോയി. കുട്ടികളെ, കലികാലത്ത് ഭാഗവത കഥകൾ കേട്ടതുകൊണ്ടുണ്ടായ ഫലം കണ്ടല്ലോ. കുഞ്ഞുങ്ങളെ, കഥകൾ മാത്രം കേട്ടാൽ പോരാ, അതിലെ തത്വങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഥ നിർത്തട്ടെ. ഹരി ഓം തത് സത്.